ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് കാണാതായ നജീബ് അഹമ്മദ് എന്ന വിദ്യാർത്ഥി 2016 അദ്ദേഹത്തിൻ്റെ തിരോധാനം സംഭവിക്കുന്നത്. അതിനുശേഷം ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു, ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു. രാജ്യവ്യാപകമായി നജീബ് അഹമ്മദിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നു. പക്ഷേ ഒരു ഉത്തരവും കിട്ടിയില്ല. ഇപ്പോൾ ആ കേസ് CBI ക്ലോസ് ചെയ്യാനിരിക്കുകയാണ്. ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു. അത് ഡൽഹി റോസ് അവന്യൂ കോടതി അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുകയാണ്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. നജീബ് അഹമ്മദ് തിരോധാനം നമ്മൾ ഒരുപാട് പല ചർച്ചകൾക്ക് വിധേയമായ ഒരു കേസാണ്. ആ കേസാണ് ഇപ്പോൾ അവസാനിപ്പിക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് സൂചനയാണ് ഇത് നൽകുന്നത്? ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും ഉത്തരമില്ലാതെ കിടക്കുന്നത്. അതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു വെറും തിരോധാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2016 ഒക്ടോബർ 15-നാണ് 15-നും 16-നും ഇടയ്ക്കാണ് നജീബിനെ കാണാതാവുന്നത്. കാരണം 16-ാം തീയതി ഉമ്മയാണ് ആദ്യമായിട്ട്, അവരുടെ ഉമ്മ ഫാത്തിമ നഫീസാണ് കോടതിയിൽ FIR ഇവരെ കാണാതായി, നജീബിനെ കാണാതായി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് കാണാതാവുന്നത്. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വാഭാവികമായ തിരോധാനമാണോ എന്ന സംശയം അന്ന് തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റോടെ നമ്മൾ കാണണം. ഡൽഹി യൂണിവേഴ്സിറ്റി, JNU യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ മുഴുവൻ രാഷ്ട്രീയമായി പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നൊരു കാലം കൂടിയാണത്. അത് വൈസ് ചാൻസലർമാരെ മാറ്റിക്കൊണ്ട് ക്യാമ്പസിനകത്ത് അക്രമങ്ങളോ അല്ലെങ്കിൽ എതിരാശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ ശാരീരികമായി അടിച്ചൊതുക്കാനോ ഒക്കെ ഈ ഭരണകൂടത്തിൻ്റെ, കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടെ BJPയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP ഒക്കെ ശ്രമിച്ചു തുടങ്ങിയ ഒരു കാലത്താണ് ഈ നജീബിൻ്റെ ഒരു തിരോധാനം ഉണ്ടാകുന്നത്. ആ തിരോധാനത്തിൻ്റെ തൊട്ട് തലേന്ന് രാത്രി, അതായത് ഒക്ടോബർ 15-ന് രാത്രിയിൽ ഈ നജീബ് അടങ്ങുന്ന ഒരു വിദ്യാർത്ഥി സംഘവും ABVPയുടെ ഒരു സംഘവും തമ്മിലൊരു ചെറിയ തർക്കം ഉണ്ടായതായിട്ട് കേൾക്കുന്നുണ്ട്. അതിനുശേഷം നജീബിനെ ഈ ABVP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന് സാക്ഷികളുണ്ട്. ആ സാക്ഷികൾ പിന്നീട് പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട്. ചില ആളുകളുടെ പേരൊക്കെ ആ സാക്ഷികൾ പറയുന്നത് അങ്കിത്, ആകാശ്, അങ്ങനെയൊക്കെയുള്ള പേരുകൾ എനിക്ക് കൃത്യമല്ല, പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പേരുകളൊക്കെയാണ്. ആ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് മൊഴിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ കൂടിയാണ് നജീബിനെ കാണാതാവുന്നത്. ആ കാണാതാവലാണ് ഒരു 9 വർഷമായിട്ടും നജീബ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ലാതെ ഈ അന്വേഷണ ഏജൻസികൾ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ CBI മാത്രമല്ല, ആദ്യം ഡൽഹി പോലീസ് അന്വേഷിച്ചു, പിന്നെ ഡൽഹി പോലീസിനെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നെ ഇപ്പോൾ CBI അന്വേഷിച്ചു. CBI അന്വേഷിച്ചിട്ട് CBI അന്വേഷണത്തെ ഇതേ കോടതി അതിരൂക്ഷമായിട്ട് 2017 വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പണിയെടുത്തിട്ടില്ല, നിങ്ങൾ റുട്ടീനായിട്ടുള്ള കുറേ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്, നിങ്ങൾ അതിൽ എന്താണ് ജെനുവിനായിട്ട് അന്വേഷിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇത് വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് 2018 ഒരു ക്ലോഷർ റിപ്പോർട്ടുമായിട്ട് കോടതിയിൽ വീണ്ടും സമീപിക്കുന്നത്. അന്ന് കോടതി ചെയ്തതെന്ന് വെച്ചാൽ ഈ ക്ലോഷർ റിപ്പോർട്ടിലെ വിവരങ്ങൾ മുഴുവൻ പരാതിക്കാരിയായിട്ടുള്ള നജീബിൻ്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അവർ അത് പരിശോധിച്ചതിന് ശേഷം അവരൊരു ഹർജി കൊടുത്തു, അന്വേഷണം അവസാനിപ്പിക്കരുത് എന്നുള്ളത്. അത് പരിഗണിച്ച് തീരുമാനമെടുക്കാൻ കോടതി എടുത്ത സമയം 7 വർഷമാണ്. ഇത് 2018 അനുമതി ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് കാണിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ പറ്റില്ല എന്നാവശ്യം പറഞ്ഞുകൊണ്ട് ഇവരോടുത്ത് തടസ്സം ഹർജി. ഇത് പരിഗണിച്ചിട്ട് ക്ലോഷർ റിപ്പോർട്ട് അന്വേഷണം അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ ജുഡീഷ്യറി എടുത്ത സമയം 8 കൊല്ലമാണ്. അപ്പോൾ ഈ ആദ്യത്തെ കാലങ്ങളിൽ അന്വേഷണം ഉഴപ്പി, അത് കഴിഞ്ഞ് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതങ്ങനെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ 8 വർഷം എടുത്തു. അത് 9 വർഷമായി. 9 വർഷം, ഏതാണ്ട് 9 വർഷമായി, 7 വർഷം. ജുഡീഷ്യൽ പ്രോസസ്സിൽ നടന്നത് 7 വർഷം. 9 വർഷമായി ഈ കേസ് നടന്നിട്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല എന്ന് ഏതാണ്ട് പോലീസും പിന്നീട് ജുഡീഷ്യറിയും ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഏജൻസികൾ ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം ഇതിൽ ആരോപണ വിധേയ സ്ഥാനത്ത് നിൽക്കുന്നത് ABVP എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരോ നേതാക്കളോ ഒക്കെയാണ്. കാണാതായത് നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ സമുദായാംഗമായ, മുസ്ലിം സമുദായാംഗമായ ചെറുപ്പക്കാരനാണ്.
MSc ബയോകെമിസ്ട്രിയുടെ ആദ്യ വർഷ വിദ്യാർത്ഥിയായിരുന്നു എന്നും കൂടെ ആലോചിച്ച് നോക്കുക. MSc ബയോകെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഉത്തർപ്രദേശിലെ ബദോനിൽ നിന്ന് വരുന്ന ഈ ചെറുപ്പക്കാരൻ. ബയോടെക്നോളജി. അപ്പോൾ ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളാണ്, മറുഭാഗത്ത് ആ പാർട്ടി എപ്പോഴും ശത്രുസ്ഥാനത്ത് നിർത്തുകയോ വെറുപ്പിൽ കുളിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ ക്ലോഷർ റിപ്പോർട്ടിന്മേലുള്ള വാദം തീർന്ന് വിധി പറയാൻ 7 വർഷം എടുത്തത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നജീബിൻ്റെ ഉമ്മ സുപ്രീം കോടതി പോയിരിക്കും. സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുന്നു എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഡൽഹി പോലീസ് ആദ്യം അന്വേഷിച്ചു, പിന്നീട് ഇത് ഡൽഹി പോലീസിൻ്റെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, CBI അന്വേഷിക്കുന്നു, 2 വർഷത്തിനകം തന്നെ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതിയും ഇത് ക്ലോസ് ചെയ്യാനുള്ള ഡൽഹി റവന്യൂ കോടതിയും ഇത് ക്ലോസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയാണ്. ഒരു നെഗ്ലിജൻസ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ലേ? അതിന് ഇവരൊക്കെ ഉത്തരവാദികളല്ലേ? നെഗ്ലിജൻസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഡൽഹി പോലീസ് ആദ്യം അന്വേഷിക്കുമ്പോൾ ആരോപണ വിധേയരായ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ആദ്യം ചെയ്യുക. ഇവിടെ അതിൻ്റെ തലേ ദിവസം ഒരു കശപിശ ഉണ്ടായിരുന്നു. കശപിശയ്ക്ക് ശേഷം നജീബ് അടക്കമുള്ള ആളുകളെ, അല്ലെങ്കിൽ നജീബിനെ തന്നെ ഈ പറയുന്ന ആളുകൾ മർദ്ദിക്കുന്നത് കണ്ടു എന്ന് അവിടെ അന്ന് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ മൊഴി കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ ചെയ്യുക പോലീസ്? സാധാരണ നിലയ്ക്ക് പോലീസ് എന്താ ചെയ്യുക? ഈ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള പണിയായിരിക്കുമല്ലോ ചെയ്യുക. അതൊന്നും നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ നജീബിൻ്റെ അഭിഭാഷകൻ തന്നെ പറയുന്നുണ്ട്, കോടതി റെക്കോർഡുകൾ അന്വേഷണത്തിൻ്റെ രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചാണ് അവർ പറഞ്ഞൊക്കെ കേട്ട് പോലീസ് പോകുന്നതാണ്. അതിനുശേഷം ഡൽഹി പോലീസ് വേറൊരു കാര്യം ശ്രമിക്കുന്നുണ്ട്. നജീബ് അവിടെ നിന്ന് ഇറങ്ങി JNUവിലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ജാമ്യയിൽ പോയി എന്നുള്ളൊരു കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നീട് CBIയുടെ അന്വേഷണത്തിലാണ് അത് പൊളിഞ്ഞു പോകുന്നത്. ആ ഓട്ടോ ഡ്രൈവറെ ഡൽഹി പോലീസ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്, അതായത് അയാളോട് പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതാണ്, ഡൽഹി പോലീസ് പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിച്ചതാണ് എന്ന് CBIയുടെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടെ ഇവർ പറയുന്നുണ്ട്. ഡൽഹി പോലീസ് വേറൊരു കഥയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതേപോലെ സമാനമായ രീതിയിലുള്ള വേറൊരു കഥയും നജീബിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ട് ലോക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല അത് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കഥകൾ ഡൽഹി പോലീസ് ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത്. പക്ഷേ ഈ കഥകളൊക്കെ പിന്നീട് പൊളിഞ്ഞു പോകുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഡൽഹി പോലീസ് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന്. അതിനുശേഷം പിന്നെ പുറത്തോട്ടൊരു കഥ എന്ന് പറഞ്ഞാൽ നജീബ് JNUവിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി ISISൽ ചേരാണ് എന്നാണ് ഡൽഹി പോലീസ് പിന്നെ പടച്ചുവിട്ട കഥ. അത് ചില പത്രങ്ങൾ തൊണ്ടോടാതെ വിഴുങ്ങിയിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിന് മാനനഷ്ടം ആരോപിച്ചിട്ട് ഈ നജീബിൻ്റെ ഉമ്മ കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണം മുഴുവൻ പോയത്. അപ്പോൾ ആരെ സംരക്ഷിക്കണം എന്ന ലക്ഷ്യം നേരത്തെ തന്നെ ഡൽഹി പോലീസ് ഉണ്ടായി. അതിനനുസരിച്ചിട്ടാണ് ഡൽഹി പോലീസ്. അപ്പോൾ അലംഭാവം എല്ലാം അവിടെ സംഭവിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുള്ള പ്രവർത്തനമാണ് ഡൽഹി പോലീസ് നടത്തുന്നത്. ആരെ സംരക്ഷിക്കണം, നജീബിനെ ഒരു കാരണവശാലും കണ്ടെത്താൻ കഴിയരുത് എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള അന്വേഷണമാണ് ഡൽഹി പോലീസ് ആദ്യം നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയാണ് CBI നടത്തുന്നത് പറയുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ 2017 CBI ഏറ്റെടുത്ത് കുറച്ചു കാലം കഴിഞ്ഞ് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇതേ കോടതിക്ക് തന്നെ അതിഭീകരമായ വിധത്തിൽ CBIയെ ശകാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഇത് എഴുതിക്കൊണ്ടുവരുന്നത് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നെഗ്ലിജൻസ് ഉണ്ട്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്ന ആസൂത്രിതമായി നടക്കുന്ന ഒരു നെഗ്ലിജൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ നെഗ്ലിജൻസിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യത്തിലും കാണാം. അതിൻ്റെ ബാക്കിപത്രമാണ് നമ്മൾ കാണുന്നത്. ഇനി അങ്ങോട്ട് ഈ നെഗ്ലിജൻസ് പരിഹരിക്കപ്പെടും എന്ന് വിചാരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ഈ ജൂൺ 25 നമ്മൾ ആചരിച്ചു. അപ്പോൾ രാജൻ കേസ് നമ്മൾ ഓർത്തു. അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട്ടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജാണെന്ന്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന രാജൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിച്ചു. ഈ 50 കൊല്ലത്തിനിടെ ഒരുപാട് തവണ നമ്മൾ രാജൻ കേസ് റെഫർ ചെയ്തിട്ടുണ്ടാവും, പല ഘട്ടങ്ങളിലായിട്ട്, പല കാര്യങ്ങൾക്കായിട്ട്. ഈ 9 കൊല്ലത്തിനിടെ നമ്മൾ നജീബ് കേസ് എത്ര തവണ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അത്രയും പ്രോമിനൻസേ, അത്രയും പ്രാധാന്യമേ നമ്മൾ പോലും ഈ പുതിയ
ജനാധിപത്യാവകാശങ്ങൾ, പുതിയ പൗരാവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ അതിരുകൾ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ, ഇതൊക്കെ വികസിച്ചതിന് ശേഷവും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ബയോടെക്നോളജി പഠിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനെ കാണാതായ കേസ്, രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്, ആ തലസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയാണ്, അതിൻ്റെ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ഒരാളെയാണ് കാണാതാവുന്നത്. ആ കേസിന് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. രാജനെ ഓർമ്മിച്ചത്രയും നമ്മൾ ഈ 50 വർഷത്തിനിടെ 50 വർഷം പഴകിയ കേസായിട്ട് പോലും രാജനെ ഓർമ്മിക്കുന്നത് പോലെ ഈ പറയുന്ന നജീബിനെ നമ്മൾ ഓർമ്മിക്കുന്നില്ല. രാജൻ കേസുമായിട്ട് നമ്മൾ വേറെ നിലയ്ക്ക് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ രാജൻ മരിച്ചോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് രാജൻ്റെ അച്ഛനായ ഈശ്വരവാര്യർ നടത്തുന്ന വലിയ നിയമ പോരാട്ടമുണ്ട്. അതിൽ പല കുറി രാജനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്ന് പോലീസും ഗവൺമെൻറ്റും അന്ന് അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കേരളത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് CPI സഖ്യ സർക്കാർ, അന്നത്തെ സർക്കാർ കോടതി അറിയിക്കുന്നുണ്ട് പോലീസ് രാജനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. എന്നാൽ ആ വാദം പൊളിയുന്നത് അന്ന് RECയുടെ പ്രിൻസിപ്പളായിരുന്നു, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബഹാവുദ്ദീൻ സാർ. ബഹാവുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കോടതിയിൽ പോയിട്ട് രാജനെ കോളേജിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് കോടതിയിൽ മൊഴി കൊടുക്കാൻ ചങ്കൂറ്റം കാണിച്ചപ്പോഴാണ് പോലീസിൻ്റെ തിയറി അവിടെ പൊളിയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, JNUവിൽ എത്ര അധ്യാപകരുണ്ടാവും, എത്ര ഉയർന്ന ബിരുദധാരികളായിട്ടുള്ള ആളുകളുണ്ടാവും. അതിൽ കുറച്ച് ആളുകളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടാവും നജീബിനെ കണ്ടവരും. പക്ഷേ ഓതൻറ്റിക്കായിട്ട് ഈ നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ രാഷ്ട്രീയ വൈരം കൊണ്ട് തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് വെളിച്ചം വീശാൻ പാകത്തുള്ള വിവരങ്ങൾ ഡെഫിനറ്റായിട്ടും അവിടെ ഉണ്ടാവും, ഒരു തർക്കമുണ്ടാവും, അവിടെ ആർക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ അവരാരും ഇത് പറയാൻ പോകുന്നില്ല. അന്ന് അടിയന്തരാവസ്ഥ കാലത്തും അതിന് ശേഷമോ ബഹാവുദ്ദീൻ സാറിനുണ്ടായ ഒരു ധൈര്യം JNUവിലുള്ള പലരും കാണിക്കാത്തതുകൊണ്ട് കൂടിയാണ് പിന്നീട് ഈശ്വരവാര്യർ എന്തിനാണ് എൻ്റെ മകനെ നിങ്ങൾ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചതുപോലെ ഇപ്പോൾ ഫാത്തിമ നഫീസയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത് എൻ്റെ മകനെ എന്തിനാണ് നിങ്ങൾ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് അന്വേഷണ ഏജൻസികളുടെ അട്ടിമറിയുണ്ട്. ആ അട്ടിമറിക്ക് നിശ്ചയമായും കാരണങ്ങളുണ്ടാവും, അതിന് ഭരണകൂടത്തിൻ്റെ ഇടപെടലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ ഇരിക്കെ തന്നെ ഈ ഭരണകൂടത്തെ ഭയക്കുന്ന ഒരു സൊസൈറ്റിയുടെ മൗനം കൂടി ഈ നജീബിനെ കാണാത്തതിനൊരു കാരണമാണ്. ഈ മൗനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നജീബ് പഠിക്കുന്നത് 2016 കാലഘട്ടത്തിലാണ്. ആ സമയത്തിന് ശേഷം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ക്യാമ്പസിൽ നിന്ന് പോയിട്ടുണ്ടാകും. തുടക്കകാലത്തിൽ നമ്മൾ വർഷാവർഷം നജീബിൻ്റെ തിരോധാനത്തെ ഓർമ്മിക്കുന്ന ദിവസങ്ങളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നീട് നജീബിൻ്റെ ഉമ്മ തന്നെ ക്യാമ്പസിലേക്ക് ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോകാതായി. അപ്പോൾ ഇങ്ങനെ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ സംഘടനകൾ അത് ഏറ്റെടുത്തിരുന്നു. ഇതെല്ലാം കുറഞ്ഞു വരുന്ന സന്ദർഭങ്ങളുണ്ടായി. പക്ഷേ നജീബ് കാണാതായതിനു ശേഷം ഹോസ്റ്റലിൽ ഓൾ മുസ്ലിംസ് ആർ ടെററിസ്റ്റ് എന്ന് എഴുതി വെച്ചത് വിവാദമാകേണ്ടായിരുന്നു. നജീബ് IS-ൽ ചേർന്നു എന്ന് പറയുന്ന കഥകൾ വന്ന വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൗനം, ഇത് നജീബിനെ മനഃപൂർവ്വം മറക്കാനുള്ള ഈ തന്ത്രം, ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് ഇതിനോടൊപ്പം കൂടെ മറക്കപ്പെടുന്നത്? അല്ല, ഇതിലൊരു പ്രശ്നം ചെയ്യും മൗനം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും ഒക്കെ പഠിച്ച് ഈ പറയുന്ന സിസ്റ്റത്തോട് എതിർക്കാൻ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കളെ പിന്നീട് എങ്ങനെയാണ് ഭരണകൂടം ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഉമർ ഖാലിദ് എത്ര കാലമായി ജയിലിൽ കിടക്കുന്നു, ജാമ്യം പോലും കോടതികൾ അനുവദിക്കാത്ത, പ്രത്യേകിച്ച് അത്ര ഗൗരവമുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഭീകരവാദം അത് ഇതെന്നൊക്കെ ഉന്നയിക്കും. പക്ഷേ കോടതികളുടെ മുമ്പിൽ വരുന്ന ഡോക്യുമെൻ്റ് നോക്കി അവർക്കത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ കോടതികൾ ജാമ്യം അനുവദിക്കാൻ മടിക്കുന്ന ഷർജീൽ ഹമീദ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത്. അതുപോലെ എത്രയോ, ഞാനീ പറയുന്നത് മുസ്ലിം നാമധാരികൾ മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാർ മാത്രമല്ല, മറ്റ് സംഘടനകളിൽപ്പെട്ട മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഇതേ ദുര്യോഗം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഭീതിപ്പെടുത്തി മൗനത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രം വളരെ ഭംഗിയായിട്ട് ഈ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അത് 2014 മുതൽ ഇങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് നടപ്പാക്കുന്നുണ്ട്. 2001 അവസാനം മുതൽ, അല്ലെങ്കിൽ 2002 മുതൽ 2014 വരെ എങ്ങനെയാണോ ഗുജറാത്തിൽ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ മൗനത്തിലാക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ മൗനത്തിലാക്കിയത്, അതിൻ്റെ ഒരു റെപ്ലിക്ക നമ്മൾ ഈ കേന്ദ്രഭരണത്തിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പൂനെയിൽ ഈ പറയുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്?
അവർ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ആളുകളാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വിമർശിക്കാനുള്ള ആളുകളെ മൗനത്തിലാക്കാം എന്നുള്ള ബോധ്യം സർക്കാരിനുണ്ട്. അതേ പണി തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഇത് നജീബിൻ്റെ കേസിൽ ഇത് വർഷത്തിലൊരിക്കൽ മാത്രം ഓർമ്മിക്കുന്ന ഒരു ചടങ്ങായിട്ട് ഈ സമരവും പ്രതിഷേധവും മാറിപ്പോയത്. പിന്നെ അക്കാലത്ത് അവിടെ നിന്ന് പഠിച്ചിരുന്ന ആളുകൾ മുഴുവൻ അവിടെ നിന്ന് പോയി, ആ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോയി, അവർ ജീവിതത്തിൻ്റെ പല വഴികളിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അവരിൽ പലർക്കും അവരുടെ സഹപാഠിയായിരുന്നു, അവരുടെ കൂട്ടുകാരനായിരുന്നു, അവരുമായിട്ട് പല നിലയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക, അതിലേക്ക് വെളിച്ചം വീശുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക, ഇതൊക്കെയാണല്ലോ മനുഷ്യന്മാർ ചെയ്യുക. അതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു ദുഃഖകരമായ സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിദ്യാർത്ഥികൾ അവിടെ പഠിച്ച് പുറത്തേക്ക് പോകും, പക്ഷെ അവിടെ അധ്യാപകരുണ്ടല്ലോ. എത്ര അധ്യാപകരുണ്ട് അവിടെ? ചിലർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ ഇതെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. വെളിച്ചം വീശാവുന്ന എന്തെങ്കിലുമൊക്കെ. പോലീസ് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഞങ്ങൾ ഇത്രയും പോലീസുകാരെ നിയോഗിച്ചു, ഇത്ര മണിക്കൂർ തെരഞ്ഞു, JNUവിൻ്റെ ക്യാമ്പസ് മുഴുവൻ പരിശോധിച്ച് അരിച്ചു പെറുക്കി എന്നതിൻ്റെ കണക്കൊക്കെ പോലീസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പാകത്തുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നടത്തണമെങ്കിൽ ഇതിൽ ആരോപിക്കപ്പെട്ട ആളുകളെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യുകയോ ഒക്കെ വേണം. അങ്ങനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് ഈ നജീബിൻ്റെ ഉമ്മയുടെ അഭിഭാഷകൻ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പം ഈ മൗനം ഒരു പ്രശ്നമാണ്. മുൻകാലത്തും ഉണ്ടായിരുന്നു. മുൻകാലത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ പോലും അവിടെ വേറൊരു കൂട്ടരുടെ മൗനം അവിടെ ഉണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം വൈകാതെ ഒതുങ്ങിക്കൊള്ളും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ മൗനം പാലിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നജീബിൻ്റെ വിഷയമാണെങ്കിലും രോഹിത് വെമുലയുടെ വിഷയമാണെങ്കിലും ക്യാമ്പസുകൾക്കകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികളിൽ നിന്ന് നേരിടുന്ന നെഗ്ലിഗൻസിനെ കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കാൻ ഇതുപോലുള്ള അവസരങ്ങൾ വരേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ പുതിയ കാലത്ത് അത് തന്നെ ഒരു വെല്ലുവിളിയല്ലേ? അതൊരു വെല്ലുവിളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊതു ഇടങ്ങളിലൊന്നും ഇത്തരം ഡിസ്കഷൻസോ ഇത്തരം കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ 2014 ശേഷം രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, അവരേതൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതിൻ്റെ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ ഇത് ഡിസ്കസ് ചെയ്യപ്പെട്ടായിട്ട് നമ്മൾ കാണുന്നില്ല. ഡിസ്കസ് ചെയ്യപ്പെടാൻ സാധ്യതയുമില്ല, ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യപ്പെടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. രോഹിത് വെമുല അങ്ങനെ എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഞാൻ ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ശാപം, അല്ലെങ്കിൽ എൻ്റെ ജനനമാണ് എൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ രാജ്യത്തൊരു ചെറിയ പ്രതിഷേധമെങ്കിലും ഉയർന്നു. രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ അതിനെതിരായ പ്രതിഷേധമുയർന്നു. ഇതൊരു ഭരണകൂടത്തിൻ്റെ ഹത്യയാണ് എന്നുള്ള നിലയിലുള്ള ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് അതിനെ കൃത്യമായി വിവരിക്കാൻ ആളുകളുണ്ടായിരുന്നു. അതുപോലെ നജീബിൻ്റെ കാര്യത്തിലുണ്ടായോ എന്ന് നമ്മൾ ചോദിക്കണം. നമ്മൾ കാണുന്നില്ല. പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ പിന്തുണയോടുകൂടെ നടത്തിയ അല്ലെങ്കിൽ തിരോധാനം ഉണ്ടായതിനു ശേഷം അഡ്മിനിസ്ട്രേഷൻ ഇടപെട്ടുകൊണ്ട് മറച്ചു വെച്ചതാണ് എന്ന രീതിയിൽ ആരെങ്കിലും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ JNU അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അവിടെ തമ്മിത്തല്ലുണ്ടാക്കി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ നടപടിയെടുക്കുകയോ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേസമയം നജീബിനെ കാണാതായി 1-ാം വർഷത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ അലംഭാവം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ നജീബിനെ കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ ക്യാമ്പസിനുള്ളിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ, അന്ന് ഉമർ ഖാലിദ് ആ പ്രതിഷേധത്തിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. അവർ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയോ മാറ്റുകയോ ഒക്കെ ചെയ്തിരുന്നു. പ്രേരിനെങ്കിലും അവിടെ ഒരു നടപടിയെടുത്ത് പ്രേരിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പുറത്ത് നജീബ് ആയിട്ട് തർക്കം ഉണ്ടായി അല്ലെങ്കിൽ നജീബിനെ ആക്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന, ഇപ്പോഴും ഞാൻ ആരോപണം നേരിടുന്നതെന്നേ പറയുന്നുള്ളൂ, അവരെക്കുറിച്ച് അന്വേഷിക്കണ്ടേ, അവരാരൊക്കെയാണെന്ന് പറയണ്ടേ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തമ്മിത്തല്ലുണ്ടായിട്ടുണ്ടോ, നജീബിനെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. അതിന് കണ്ടു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ചോദിക്കാമല്ലോ. ഇതൊന്നും അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ? ഇവിടെ ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന്
ഈ ആളുകൾ മർദ്ദിച്ചു, അവർ ഈ സംഘടനയുടെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞൊരു പരാതി അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണ്ടേ? അവരിതുവരെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമായി നടക്കുന്ന സംഗതികളാണ്. പക്ഷേ ഇതേക്കുറിച്ചൊന്നും ഒരു ഡിബേറ്റും ഒരു ഡിസ്കഷനും രാജ്യത്തുണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ 7 വർഷം കഴിയുമ്പോൾ ക്ലോഷർ റിപ്പോർട്ടൊക്കെ അംഗീകരിച്ച് ഇനി ഇതിൽ കൂടുതലൊന്നും CBIക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജുഡീഷ്യൽ സംവിധാനം ഈ ക്ലോഷർ റിപ്പോർട്ട് അംഗീകരിക്കുന്നു. ഈ നജീബിൻ്റെ ഉമ്മയെക്കുറിച്ച് അപ്പോൾ നമുക്ക് പ്രതിപാദിക്കാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ ക്ലോഷർ റിപ്പോർട്ട് വരുന്ന സമയത്തും ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ മകന് വേണ്ടി കാത്തിരിക്കും എന്നർത്ഥത്തിൽ പ്രതികരിക്കുന്ന ഒരു ഉമ്മയെ നമ്മൾ കാണുകയാണ്. രാജ്യത്തെ അനേകം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിട്ട ഒരു അമ്മമാരുടെ പ്രതിനിധിയായി ആ ഉമ്മ അങ്ങനെ നിൽക്കുമ്പോൾ അത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ധൈര്യം, ആ ഒരു സന്ദേശം എന്താണ്? രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ധൈര്യം സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് ഫൈറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ സന്നദ്ധമാവുകയോ ചെയ്യുന്ന സമൂഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ക്യാമ്പസുകൾ. നമ്മൾ പല മാറ്റങ്ങളുടെയും തുടക്കം നമ്മളെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ അത് ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരം രാജ്യത്തെ ക്യാമ്പസുകളിൽ വലിയ തോതിൽ ആ സമരത്തിന് പിന്തുണയുണ്ടായിരുന്നു. ഒരുപാട് ചെറുപ്പക്കാർ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഒരുപാട് പേർക്ക് അവരുടെ പഠനം അവിടെ വെച്ച് മുടങ്ങിപ്പോയിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് അല്ലെങ്കിൽ നിതീഷ് കുമാർ, മരിച്ചുപോയ രാംവിലാസ് പാസ്വാൻ, ഇവരൊക്കെ അന്ന് വിദ്യാർത്ഥികളായിരുന്നാണ്. അവർ ചിലർ പഠനം ഉപേക്ഷിച്ചിട്ടാണ് ഇതിനെന്താ സമരത്തിന് മുമ്പോട്ടിറങ്ങുന്നത്. ഇതുപോലെയാണ് ഇപ്പോൾ. പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് ഫാത്തിമ നഫീസ് എന്ന് പറയുന്ന ഈ നജീബിൻ്റെ ഉമ്മ ഞാൻ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും, നിയമപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ച് പറയുന്നത്. എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നത് വരെ ഞാൻ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. അത് ഈ ചെറുപ്പക്കാരടക്കം ജനാധിപത്യപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി ലഭ്യമാക്കാൻ പാകത്തിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു ഊർജം നൽകുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇതിനു മുമ്പ് സാക്യ ജഫ്രി, ഐസാൻ ജഫ്രിയുടെ ഭാര്യ സാക്യ ജഫ്രി ഏത് വിധത്തിലാണ് അവരൊരു ഫൈറ്റ് മുമ്പോട്ട് കൊണ്ടുപോയത് നമ്മൾ ആ ഫൈറ്റ് അവർ കൃത്യമായി മനസ്സിലാക്കിയ വസ്തുതകളിലേക്ക് എത്തിക്കാൻ പാകത്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് അത് പോയില്ലെങ്കിൽ പോലും ആ ഫൈറ്റ് ഒരു വലിയ ഫൈറ്റായിരുന്നു, വലിയ ഊർജ്ജം നൽകിയ ഫൈറ്റാണ്. ചില ഈ സമരങ്ങൾ അതിൻ്റെ ലക്ഷ്യം കാണില്ല, പക്ഷേ അതുണ്ടാക്കുന്ന ഒരു എനർജി ബാക്കിയുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ അതിന് സാധിക്കും. അതുപോലെ ഒന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫാത്തിമ നഫീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ രാജൻ്റെ കാര്യം പറഞ്ഞു. രാജൻ്റെ അച്ഛൻ ഈച്ചരവാര്യർ നടത്തിയ ഒരു നിയമ പോരാട്ടം ഇതേപോലത്തെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുപോലത്തെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഫാത്തിമ നഫീസിൻ്റെ ഈ സമരത്തിന് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരത്തെ പിന്തുണയ്ക്കാൻ നമ്മളുടെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ സംവിധാനങ്ങൾ പുറകിൽ വേണം, പ്രതിപക്ഷ പാർട്ടികൾ പുറകിൽ വേണം. അവർ ഈ വിഷയം ഉന്നയിക്കണമല്ലോ. ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ട് 9 കൊല്ലമായി. രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർവകലാശാലയിൽ പഠിച്ചിരുന്ന ചെറുപ്പക്കാരനെ കാണാതായിട്ട് 9 കൊല്ലമായി. എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടുത്തെ എത്ര മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉന്നയിക്കുന്നുണ്ട്. എത്ര പാർട്ടികൾ അവർ മനസ്സുകൊണ്ട് ഒരുപക്ഷെ പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അത് പ്രത്യക്ഷത്തിൽ കാണിക്കാനും അതിനുവേണ്ടി യത്നിക്കാനും അവർ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുള്ളൂ, ആ എനർജി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഒരു പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ ആ പിന്തുണ ഇവർക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റൈറ്റ്. നജീബ് അഹമ്മദിനെ കാണാതായിട്ട് 9 വർഷം കഴിയുകയാണ്. CBI കോടതി എല്ലാവരും ഈ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാലും നജീബ് അഹമ്മദ് എന്ന ആ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ തിരോധാനം മൂലം ഇവിടെയുണ്ടായ പ്രക്ഷോഭങ്ങൾ, അത് നൽകിയ സന്ദേശം എല്ലാം ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു പോരാട്ട ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുക തന്നെ ചെയ്യും. നജീബ് തിരിച്ചു വരും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ പോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.